യേശുക്രിസ്തു തന്റെ ശുശ്രൂഷാകാലത്ത് ജനക്കൂട്ടത്തോട് പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഉപമകളിൽ ഒന്നാണ് വിതക്കാരന്റെ ഉപമ. മത്തായി 13, മർക്കോസ് 4, ലൂക്കോസ് 8 എന്നീ സുവിശേഷങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതയ്ക്കുമ്പോൾ 1. വഴിയരികിൽ വീണവ. ചില വിത്തുകൾ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. 2. പാറപ്പുറത്ത് വീണവ. മറ്റു ചിലവ മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണ് ആഴമില്ലാത്തതുകൊണ്ട് അവ വേഗത്തിൽ മുളച്ചുവന്നു. എന്നാൽ സൂര്യൻ ഉദിച്ചപ്പോൾ വെയിലേറ്റു വാടിപ്പോയി. വേരില്ലാതിരുന്നതുകൊണ്ട് അവ ഉണങ്ങിപ്പോയി. 3. മുള്ളിനിടയിൽ വീണവ. വേറെ ചില വിത്തുകൾ മുള്ളിനിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അവയെ ഞെരുക്കിക്കളഞ്ഞു. അതിനാൽ അവ ഫലം നൽകിയില്ല. 4. നല്ല മണ്ണിൽ വീണവ. എന്നാൽ ചില വിത്തുകൾ നല്ല മണ്ണിൽ വീണു. അവ മുളച്ചു വളർന്ന് ചിലത് 30, ചിലത് 60, ചിലത് 100 മേനിയായി ഫലം നൽകി. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ഉപമ അവസാനിപ്പിച്ചത്. ഉപമയുടെ അർത്ഥം. ശിഷ്യന്മാരുടെ അഭ്യർത്ഥന പ്രകാരം യേശു തന്നെ ഈ ഉപമയുടെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ വിത്ത് എന്നത് ദൈവവചനമാണ്. വിത്ത് വീഴുന്ന 4 തരം മണ്ണുകൾ മനുഷ്യരുടെ ഹൃദയങ്ങളെ സൂചിപ്പിക്കുന്നു. വഴിയരികിൽ വീണ വിത്ത്. ദൈവവചനം കേൾക്കുമ്പോഴേക്കും പിശാച് വന്ന് അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകളയുന്നു. അവർ അത് വിശ്വസിക്കാനോ ജീവിതത്തിൽ പകർത്താനോ ശ്രമിക്കുന്നില്ല. പാറപ്പുറത്ത് വീണ വിത്ത്. വചനം കേട്ട് സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ വേരില്ല, ഉറച്ച വിശ്വാസമില്ല. പ്രലോഭനങ്ങളോ കഷ്ടതകളോ വരുമ്പോൾ അവർ വേഗത്തിൽ പിന്മാറിപ്പോകുന്നു. മുള്ളിനിടയിൽ വീണ വിത്ത്. ഇവർ വചനം കേൾക്കുന്നു, പക്ഷേ ലൗകികമായ ചിന്തകൾ, ധനത്തോടുള്ള മോഹം, ജീവിതത്തിലെ സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നു. തൽഫലമായി അവർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നല്ല മണ്ണിൽ വീണ വിത്ത്. വചനം കേട്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസ്തയോടെ പാലിക്കുന്നവരാണിവർ. അവർ മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ജീവിതത്തിൽ ധാരാളം നന്മകൾ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ ഉപമയുടെ സന്ദേശം ദൈവവചനം എല്ലാവരിലും എത്തുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ, സ്വീകരിക്കുന്ന രീതി അനുസരിച്ചായിരിക്കും.